പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ സാന്നിധ്യം നിങ്ങളുടെ ജീവിതങ്ങളിലുണ്ട്. നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ കയറ്റിവിടാൻ പോകുന്നു. ഞാനിത് പറയുന്ന നേരത്ത് ചിലരൊക്കെ പ്രാർത്ഥനയോടെ ഇരിക്കുക, ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ. ഇല്ല, നിങ്ങളുടെ ജീവിതം മാറുന്ന സമയമായിരിക്കുന്നു. അതിന്ന് ഈ ഓഡിയോയോ വീഡിയോയോ കേൾക്കുന്നതുകൊണ്ടോ കാണുന്നതുകൊണ്ടോ അല്ല, മറിച്ച് ദൈവം അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് തീരുമാനിച്ചതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ലോകസ്ഥാപനത്തിന് മുന്നമേ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കാണാൻ പോകുന്നു. ഇന്ന് ഡിസംബർ 3-ാം ദിവസം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 11 മാസം ദൈവം നമ്മെ കരുതി. 12-ാമത്തെ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മളായിരിക്കുന്നു. നമ്മൾ ഇത്രത്തോളം കരുതിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നലത്തെ ദിവസം നിങ്ങൾ കേട്ടായിരിക്കുമല്ലോ, കോപം പാപമാണോ? ചില ചിന്തകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ഒരേ സമയം കോപം പാപമല്ല, എന്നാൽ അത് ഒരു ദിവസത്തിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ, അതിൻ്റെ ഇൻറ്റൻഷൻ തെറ്റാണെങ്കിൽ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകാനായിട്ട് ഇടയാകും. അതുപോലെ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അസൂയയെ പറ്റിയാകുന്നു. അസൂയ യഥാർത്ഥത്തിൽ നല്ലതാണോ? ഞാൻ അസൂയയെ പറ്റി പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം എൻ്റെ വീടിനകത്തുള്ളത് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. എൻ്റെ വീട്ടിൽ 2 പിള്ളേരുണ്ട്. ഞാൻ പുറത്തുനിന്നൊക്കെ വരുന്ന നേരത്ത് ഒന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ മിഠായി മേടിച്ചിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് വരുമ്പോൾ ഈ മക്കളിൽ, ഈ കുഞ്ഞു പിള്ളേരിൽ ആരെങ്കിലും ഒരാളെ എടുത്താൽ മറ്റേ ആൾക്ക് ഞാൻ എടുക്കുന്ന ആളോട് ഒരു പ്രത്യേകമായ ദേഷ്യം തോന്നും. എന്നാൽ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. എന്നാൽ ഞാൻ ഈ എടുത്തത് കാരണം അവർക്ക് തങ്ങളിൽ ഒരു ചെറിയൊരു ഇടർച്ച ഉണ്ടാകാനായിട്ടിടാം. അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്ന നേരത്തെ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ എടുത്ത ആളോട് ഞാൻ എടുക്കാത്ത ആൾക്ക് ഉണ്ടായ ഒരു അസൂയയാണ് ഈ ഒരു സംഘർഷത്തിന് കാരണം. അപ്പം ഈ അസൂയ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ കുഞ്ഞു പിള്ളേർക്ക് ആരാ പഠിപ്പിച്ചു കൊടുത്തത് ഈ അസൂയ? ഈ കുഞ്ഞു പിള്ളേർക്ക് ആരും പഠിപ്പിച്ചു കൊടുത്തില്ല. ഇത് ജനിതകമാണ്, ഇത് ജനറ്റിക്കലി ഉള്ളതാണ്. അതായത് എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ, അല്ലെങ്കിൽ ഒരു ചിന്തകളുടെ ഒരു വേരിയേഷൻ, അതിനെയാണ് അസൂയ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നാച്ചുറലാണ്. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. എന്നാൽ അസൂയ 2 തരത്തിലുണ്ട്. ദൈവികമായ ഒരു അസൂയുണ്ട്, അതുപോലെ തന്നെ പൈശാചികമായ ഒരു അസൂയുണ്ട്. അസൂയ 2 തരത്തിലെന്ന് പറയുന്ന നേരത്തെ ഈ ദൈവികമായ അസൂയ വളരെ റെയറാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു അസൂയ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കൂടുതലും നമുക്കുണ്ടാകുന്ന ഒരു 90% ആളുകളിലും ഉണ്ടാകുന്നത് പൈശാചികമായ ഒരു അസൂയയാണ്. അപ്പം ഈ അസൂയ എവിടെ എത്തിക്കും? ബൈബിളിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ ജോസഫ് പൊട്ടക്കിണറ്റിൽ വീഴാൻ കാരണം ഈ അസൂയയാണ്. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി, കാരണം അവൻ പ്രിയങ്കരനായിരുന്നു. അതുപോലെ തന്നെ യാക്കോബിന് മക്കളുണ്ടായതുപോലും അസൂയയുടെ പുറകിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിന് യാക്കോബിന് കുഞ്ഞുങ്ങളെ നൽകാൻ കഴിഞ്ഞില്ല. റാഹേലിന് സഹപ്പത്തിനിയോട്, അല്ലെങ്കിൽ യാക്കോബിൻ്റെ മറ്റു ഭാര്യയോട് ഭയങ്കര അസൂയ തോന്നി. റാഹേൽ പറഞ്ഞു, എനിക്ക് മക്കളെ തരിക. അദ്ദേഹം പറഞ്ഞു, ദൈവം തരാത്തതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ റാഹേൽ പറയും, അങ്ങനെയാണെങ്കിൽ എന്താ ബിൽഹായെ സ്വീകരിക്കുക, അവളിൽ നിന്ന് എനിക്ക് സന്താനങ്ങൾ. ഇതെല്ലാം അസൂയയുടെ പുറത്തുനിന്നാണ് ഉണ്ടാകുന്നത്. അസൂയയെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരു രാജ്യം നന്നായി പൊയ്ക്കൊണ്ടിരിക്കുക, സാവുള് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം നന്നായി പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ദാവീദിനോടൊരു അസൂയ കയറിയപ്പോൾ ആ രാജ്യത്തിൽ നിന്ന് ദാവീദിനെ പുറത്താക്കുകയും തൽഫലമായി സാവുള് തന്നെ തൻ്റെ മരണത്തിന് ഇടയാവുകയും ചെയ്തു. അപ്പോൾ അസൂയ ഭയങ്കര പ്രശ്നക്കാരനാണ്. എങ്ങനെ പറഞ്ഞാലും അത് കേൾക്കുമ്പോൾ നിസാരനായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര പ്രശ്നക്കാരനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അങ്ങനെ അസൂയകളുണ്ട്. ചിലപ്പോൾ നമുക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ നമുക്കുണ്ടാകാറുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടൊരു ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നേരം നമ്മളെക്കാളും ഉയർന്ന ഒരാൾ വരുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ഒരു ഈഗോ സ്റ്റാർട്ടാകും ഇടയിൽ. വാസ്തവത്തിൽ ഈ അസൂയ എന്ന് പറയുന്നത് വേറൊരു ടേമിൽ പറഞ്ഞ ഈഗോ എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എപ്പോഴും ഉയർന്നിരിക്കണം, ഞാനെപ്പോഴും 1-ാം സ്ഥാനക്കാരനായിരിക്കണം, എന്നേക്കാൾ മുകളിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നൊക്കെ ചിന്തിക്കുന്നൊരവസ്ഥ. നിങ്ങളൊരു ആത്മീക വിശകലനം ചെയ്തു കഴിഞ്ഞാൽ 99% ആളുകളിലും ഈ സാധനമുണ്ട്. 1% ആളുകളിൽ ഇതില്ല. അങ്ങനെയുള്ളവർക്ക് ഇന്നലെ പറഞ്ഞ കണക്ക് വികാരങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അസൂയയില്ലാത്തവരില്ല. എന്നാൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നമുക്ക് അസൂയയെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്? അസൂയ ഓവർകം ചെയ്യാൻ ഈസിയാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പ്രിയമുള്ളവരെ, മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും വേറൊരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നും സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വ്യത്യസ്തരാകുന്നു, യുണീക്കാകുന്നു. ഈ ഒരൊറ്റ കാര്യം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് യുണീക്കായിട്ടാകുന്നു, അല്ലെങ്കിൽ വ്യത്യസ്തനായിട്ടാകുന്നു. ഈ ഒരൊറ്റ കാര്യം നിങ്ങളുടെ അകത്തുണ്ടായാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ കഴിവില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ വരയ്ക്കുന്നത് പോലെ ഈ പാടാൻ കഴിവുള്ള ആൾക്ക് വരയ്ക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളോട് സംസാരിക്കാനുള്ള കഴിവില്ലായിരിക്കും,
പക്ഷേ നിങ്ങളൊരു പുസ്തകം എഴുതുന്നത് പോലെ മറ്റൊരാൾക്ക് അത് എഴുതാൻ കഴിയണമെന്നില്ല. അപ്പോൾ അസൂയ എന്ന് പറഞ്ഞ സാധനത്തിന് ഓവർകം ചെയ്യണമെങ്കിൽ യു നീഡ് ടു റെക്ടിഫൈ ഹൂ യു ആർ. നിങ്ങൾ ആരാണ് എന്നതിനെപ്പറ്റി നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ എന്നെ നോക്കുന്ന നേരത്ത് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട്. അതായത് ഞാൻ ഇങ്ങനെ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു, 95% പരിമിതികളാണ്. പക്ഷെ ഒരു 5% മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നിലുണ്ട്, മറ്റൊരാൾക്ക് പറയാൻ കഴിയാത്തത് എന്നിലുണ്ട്. ചിലപ്പോൾ അതെൻ്റെ ചിന്തകളിലായിരിക്കാം, എൻ്റെ ചിന്തകളിലായിരിക്കാം ഞാൻ വ്യത്യസ്തനായിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ നോക്കി ഫോക്കസ് ചെയ്ത് പോവുക, അതിനെ ഫോക്കസ് ചെയ്ത് ഞാൻ എന്നെ ബിൽഡ് ചെയ്യുക. എനിക്കില്ലാത്തതിനെ ഓർത്ത് അസൂയപ്പെടാതെ എനിക്ക് ലഭിച്ചതിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുക. ഇനി രണ്ടാമത്തത്, ഈ അസൂയ വന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അസൂയ വന്നാൽ നാശത്തിനിടയാകും. അസൂയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിക്കുന്ന അവന് വേണ്ടിയല്ല, മറ്റൊരാളെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാൾക്ക് മുകളിൽ ജീവിക്കാൻ വേണ്ടി അവൻ്റെ ഒരു നല്ല കാലഘട്ടം മുഴുവൻ അവൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, അസൂയ നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അസൂയ നിങ്ങളുടെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. ദൈവം ഈ ഭൂമിയിൽ സകലതും സൃഷ്ടിച്ചിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അസൂയ കയറി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നമുക്ക് സമാധാനത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അസൂയ ഓവർകം ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കഴിവിനെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയെ മാത്രം ഫോക്കസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. ചിലപ്പോൾ മറ്റൊരാൾക്ക് ഒരു 10,000 പേരെ ഓഡിയൻസ് ആയിട്ട് ദൈവം കൊടുത്തേക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ആയിരിക്കാം തന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? പ്രിയമുള്ളവരെ, 10,000 പേരെ ഓഡിയൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ആൾ അതിൽ സന്തോഷിക്കട്ടെ. പക്ഷേ ഈ ഒരാളെ കിട്ടിയ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ പറയുന്നതെല്ലാം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം ഒരാളെ തന്നിട്ടുണ്ട്. ആ ഒരാളിൽ നിങ്ങൾ സന്തോഷിക്കുക. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാത്തതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട, ലഭിച്ചതിനെ ഓർത്ത് സന്തോഷിക്കുക. അപ്പോൾ അസൂയയെ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് കൊണ്ട് മാത്രമേ തകർക്കാൻ കഴിയത്തുള്ളൂ. അസൂയയെ നിങ്ങൾക്ക് ഒരു സെൽഫ് റെക്ടിഫിക്കേഷൻ കൊണ്ട് മാത്രമേ തകർക്കാൻ കഴിയത്തുള്ളൂ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ദൈവികമായ ഒരു അസൂയ അതുണ്ടാകേണ്ടതാണ്. അസൂയയിൽ പല അസൂയകളും ഉണ്ടാകരുതെങ്കിലും ചില അസൂയ ഉണ്ടാകേണ്ടതാണ്. ഇന്ന് നമ്മുടെ മുൻപിൽ ഒരാൾ, നമ്മളെപ്പോലെ ഒരാൾ ഭയങ്കര പ്രാർത്ഥിച്ച് വലിയൊരു നിലവാരത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ ഞാനൊരു പ്രാർത്ഥിക്കുന്നൊരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നു. ഒരു പ്രാർത്ഥിച്ച് വലിയൊരു നിലവാരത്തിൽ നിൽക്കുന്ന നേരത്തെ എനിക്ക് അദ്ദേഹത്തോട് ഒരു ആത്മീക അസൂയ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് നൽകാൻ കഴിയുന്ന ദൈവത്തിന് എനിക്കും അത് തരാൻ കഴിയുമെന്നൊരു ബോധ്യത്താൽ എനിക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു ആത്മീക അസൂയ. ഇന്ന് നിങ്ങളൊരു ബിസിനസ് മേഖലയിൽ നിൽക്കുക, നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ആളോട് ഒരു ചെറിയ ആത്മീക അസൂയ വേണം. അത് അയാളെ തകർക്കാനല്ല, മറിച്ച് അയാളെപ്പോലെ ആവുക എന്നതിനേക്കാൾ ഉപരി അയാൾ ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചു അതിനെ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാനും അയാളെ കണ്ട് നിങ്ങൾക്ക് ചിലത് ചെയ്യാനായിട്ട് സാധ്യമാകും. അപ്പോൾ അസൂയ എന്ന് പറയുന്ന ഒരേ സമയം നല്ലതുമാണ്, ഒരേ സമയം മോശമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ അസൂയകൾ മാത്രമേ നല്ലതായിട്ടുള്ളൂ. 10% ദൈവികമായ അസൂയ മാത്രമേ നല്ലതായിട്ടുള്ളൂ, ബാക്കി 90% മോശം. അസൂയയെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അസൂയയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഡേഞ്ചർ മാറുമെന്നതാണ്. ഇത് നമ്മൾ പോലും അറിയാം, നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് കിടക്കുന്ന ചില ക്യാരക്ടർ ഇഷ്യൂസ് ആകുന്നു. അപ്പോൾ ഇതൊന്ന് തിരിച്ചറിയാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, എനിക്ക് നല്ല രീതിക്ക് എടുക്കുവാൻ, എല്ലാ കാര്യങ്ങളെയും നല്ല പെർസ്പെക്റ്റീവിൽ എടുക്കുവാൻ ഒരു കൃപ തരണം. മറ്റൊരാൾക്ക് ഉള്ളതിനെ നോക്കി അസൂയപ്പെടാനല്ല, എനിക്കില്ലാത്തതിനെ നോക്കി വർക്കൗട്ട് ചെയ്യുവാൻ അങ്ങ് എനിക്ക് കൃപ തരണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ 3-ാമത്തെ ദിവസം, ഡിസംബർ 3-ന് നമുക്ക് ഈ അസൂയയെ ജീവിതത്തിൽ നിന്ന് പതുക്കെ പുറത്താക്കാനായിട്ട് തുടങ്ങാം. അതിന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. കർത്താവിനോട് ചോദിക്കാം, കർത്താവെ, എവിടെയൊക്കെ എനിക്ക് കുറവുണ്ട്, ഞാൻ എത്രയൊക്കെ വലിയ ആളെന്ന് പറഞ്ഞാലും എൻ്റെ അകത്ത് എവിടേക്കോ അസൂയയുണ്ട്. സെൽഫ് റെക്ടിഫിക്കേഷനാണ് ഇതിന് ഏറ്റവും നല്ല ഒരു മരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വയമേ തിരിച്ചറിയുക, എൻ്റെ അകത്ത് ചില കുറവുകളുണ്ട്, ഞാനത് തിരിച്ചറിയുന്നു, ഞാനത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുന്നു. ഇന്ന് മറ്റൊരാൾക്ക് കിട്ടാത്തത് എനിക്കുണ്ട് എന്നതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന തിരിച്ചറിവിൽ ഞാൻ അതിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അസൂയയെ നമുക്ക് സ്വയമേ നമ്മൾ ആരാണ് ക്രിസ്തുവിൽ എന്ന ബോധ്യത്താൽ നമുക്ക് പുറത്തു കൊണ്ടുവരാം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.